അയ്യോ ബ്ലഡ്. ഒരു മിനിറ്റ്. നഹി ഹേ. പിന്നെ എന്താ വേറെ മൃഗങ്ങൾ എല്ലാം കുറച്ച് അംഗങ്ങളായിട്ടൊക്കെ ഉണ്ട്. എയർടെൽ സിമ്മും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റംസാനുകളിൽ ഇവിടെ ഹോട്ടൽസ് ഒന്നും തുറന്ന് പ്രവർത്തിക്കാറില്ല. ഷിപ്പ് ടിക്കറ്റ് കിട്ടിയിട്ടേ ഇങ്ങോട്ട് കയറാവും. ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ലക്ഷദ്വീപുകാരുടെ പേരും പറഞ്ഞു ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾ വേറെ അർത്ഥമൊന്നും എടുക്കരുത്. ഡ്രസ്സിങ് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ ലക്ഷദ്വീപിൽ ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യും. ഹലോ ഗൈസ്, സോ ലക്ഷദ്വീപുകാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഷോർട്സിൻ്റെ താഴെ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു, ലക്ഷദ്വീപിലെ ഭാഷ ഒന്ന് പറയാവോ, ലക്ഷദ്വീപിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്, മലയാളികളാണോ ലക്ഷദ്വീപിലുള്ള ആൾക്കാർ, ലക്ഷദ്വീപ് കേരളത്തിലാണോ, പിന്നെ ഒരുപാട് ലക്ഷദ്വീപിലോട്ട് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലക്ഷദ്വീപ് കേരളത്തിലല്ല. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഒരു പറ്റം ഒറ്റപ്പെട്ട ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പക്ഷേ ലക്ഷദ്വീപിന് ഏറ്റവും അടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് കേരള കോസ്റ്റ് ആണ്. അപ്പോൾ കേരള കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തെയാണ്. അതായത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ തൊട്ട് ഞങ്ങളുടെ ഹെൽത്ത്, അതായത് മെഡിക്കൽ, എല്ലാ കാര്യത്തിനും, മെഡിക്കൽ ഹെൽപ്പിന് വരെ ഞങ്ങൾ ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ഇവിടുന്ന് എയർ ആംബുലൻസ് വഴിയോ ഷിപ്പ് വഴിയോ നമ്മൾ അയാളെ കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെ നമുക്കവിടെ മെഡിക്കൽ എയ്ഡ്സ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുമല്ലാണ്ട് എഡ്യൂക്കേഷനെ സംബന്ധിച്ചാണെങ്കിൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു 2 ഡിഗ്രി കോളേജ്, BEd കോളേജ്, TTC, നഴ്സിംഗ്, പാരാമെഡിക്കൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, കോളേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ ആണെങ്കിൽ നമുക്ക് സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉപരിപഠനത്തിനായിട്ട് നമുക്ക് കേരളത്തിൽ പോകണം. അല്ലെങ്കിൽ കേരളം മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി പഠിക്കാം. നമുക്കെന്നല്ല നിങ്ങൾക്കും പോയി പഠിക്കാം. പക്ഷെ നമുക്ക് STയുടെ ഒരു സീറ്റ് ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് റിസർവ്ഡ് സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജസോ ഈ മെഡിസിൻ കോളേജസോ അങ്ങനത്തെ കോളേജസ് ഒന്നും ഇല്ല. ഡിഗ്രി കോളേജസ് ഉണ്ട്. അതും പരിമിതമായ ചില കോഴ്സസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്തായാലും ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അറബിക്കടലുള്ള ദ്വീപ് സമൂഹമാണെന്ന്. ഇനി ഇങ്ങോട്ട് വരുന്ന കാര്യം അല്ല, അതിനു മുന്നേ ഞാൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയാം. ലക്ഷദ്വീപിൽ പണ്ട് കാലങ്ങളിൽ ഈ ദ്വീപിന് പല പേരുകളാൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് മീനിങ് ഉണ്ട്. അതിൽ അയ്യോ ബ്ലഡ്. ഒരു മിനിറ്റ്. സംസാരിച്ചിരുന്ന് ബ്ലഡ് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ലക്ഷദ്വീപിൽ പണ്ട് കാലങ്ങളിൽ ഇത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന പേരിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ ഒരെണ്ണമാണ് ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള ഒരു ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അതായത് നേരത്തെ ഈ ഫോറിൻ രാജ്യത്തിലോട്ടൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നത്, ലൈക്ക് വേറെ ആൾക്കാർ ഇങ്ങനെ വേറെ ദേശമൊക്കെ അന്വേഷിച്ച് പോകുന്നത്, കപ്പൽ മാർഗമൊക്കെ പോകുന്നത് ഈ റൂട്ട് കൂടെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ പകുതി വഴിയിൽ വെച്ച് വെള്ളം തീർന്നാലോ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈസിന് വേണ്ടിയിട്ട്, അതായത് ഇവിടെ കോക്കനട്ട്സ് ഒക്കെ, ഐലൻഡുകളിൽ കോക്കനട്ട്, തേങ്ങയൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ഒരു ഇടയിൽ ഒരു ചെറിയൊരു റെസ്റ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ ലാൻഡൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ അറക്കൽ ബീവിയുടെ താഴെ നമ്മൾ വന്നപ്പോൾ അറക്കൽ ബീവിയുടെ താഴെയുള്ള ആൾക്കാർ, അതായത് കർഷകരും അവരുടെ താഴെയുള്ള ആൾക്കാരും ഇങ്ങോട്ടേക്ക് തെങ്ങ് കൃഷിക്കെന്ന് പറഞ്ഞ് വന്നു. നിന്നവരും പിന്നെ അങ്ങിങ്ങായി വന്ന് ഇതുവഴി പോകുന്ന ആൾക്കാരും അവർ തമ്മിലുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ ബാക്കി ജനറേഷനായിട്ട് വന്നത്. അതായത് നമ്മുടെ റൂട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷദ്വീപുകാരൻ്റെ റൂട്ട് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ മാത്രമല്ല, വേറെ ചില സൈഡിൽ നിന്നുള്ള റൂട്ട്സൊക്കെ ഉണ്ടാകും. കാരണം ഇതുവഴി പല ആൾക്കാരും പോയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾ വേറെ അർത്ഥമൊന്നും എടുക്കരുത്. എനിക്കറിയാവുന്ന കുറച്ച് ഫാക്ട്സ് പറയാൻ കേട്ടോ. ഞാൻ എൻ്റെ പൂർവികരും പിന്നെ എനിക്കറിയാവുന്നവരും പറഞ്ഞു തന്ന കഥകളിലൂടെ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം ഇല്ല. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് എഴുതാൻ ഒരു ലിപി വേണം. പക്ഷെ നമുക്ക് ലിപി ഇല്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഏറ്റവും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളമാണ്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ്
രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ചില ആൾക്കാർ ഇംഗ്ലീഷ് എന്ന് പറയുന്നവരുണ്ട്, ചില ആൾക്കാർ മലയാളം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഓഫീസസിൽ ഒക്കെ നമ്മൾ ഇംഗ്ലീഷൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മദർ ടങ് മലയാളം ഒന്നും പറയുന്നവരുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷാശൈലി എന്ന് പറയുന്നത് ഓരോരോ ലാംഗ്വേജിൽ നിന്നും എടുത്തു വെച്ച വേർഡ്സൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തണ്ണി, ഞങ്ങൾ വെള്ളത്തിന് തണ്ണി എന്ന് പറയുന്നത്. തണ്ണി എന്ന് പറയുന്നത് ഒരു തമിഴ് വേർഡാണ്, മനസ്സിലായോ? കുതിരത്ത്, കുതിരത്ത് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ഉറുദു വേർഡ്. മുള്ളെന്ന് പറയുന്നത് കൊറിയൻ വേർഡ് ഉണ്ട്, ഞങ്ങൾ മുള്ളെന്നും പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട്, എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ജസരി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജസരീനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസരി ഒരു ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഷാശൈലി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ വരുന്നത് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം എല്ലാവർക്കും ഏകദേശം ഇതായെന്ന് കരുതുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ലപോലെ മലയാളം സംസാരിക്കുന്നവരല്ലായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പം ഞാനൊക്കെ കുഞ്ഞിലായിരുന്നപ്പോൾ എൻ്റെ ചേച്ചിമാർ അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സൊക്കെ പഠിച്ചവരല്ല, അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ സംസാരിക്കുന്ന മലയാളം ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രോക്കൺ മലയാളമായിരുന്നു അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മലയാളം അറിയാത്ത വ്യക്തി നമ്മുടെ നാട്ടിലെ വേർഡ്സും മലയാളത്തിൽ കുറച്ച് വേർഡ്സും കൂടെ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന ഒരു മലയാളമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും കേരളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസ് ഓഫ് ആക്സസിന് വേണ്ടി നമ്മൾ മലയാളം പഠിച്ചെടുത്തു, അതായത് നല്ലപോലെ പഠിച്ചെടുത്തു. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പഠിച്ചെടുത്തൊരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ അതുമല്ലാണ്ട് നമ്മളിപ്പോൾ എപ്പോഴും കേരളത്തിൽ പോകുന്നവരാണ്. ഒരു വർഷത്തിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഒരാൾ തന്നെ മിനിമം ഒരു 5-6 തവണയെങ്കിലും കേരളത്തിൽ പോകും, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പോകും. സിനിമ കാണാൻ വരെ പോകുന്ന ആൾക്കാരുണ്ട് നേരത്തെയൊക്കെ. ഇപ്പോൾ പിന്നെ മൊബൈലൊക്കെ വന്നതുകൊണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കുറവുണ്ട്. അപ്പോൾ സിനിമ കാണാൻ വരെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പോയി വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സന്ദർഭമാണിത്. അതായത് എങ്ങനെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ഉള്ള ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പേപ്പർ ഉണ്ട്, പെർമിറ്റ് എന്ന് പറയുന്നിട്ട് ഒരു സാധനം, ഒരു പേപ്പർ. ആ പേപ്പർ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്പോൺസറിനെ കുറിച്ച് നല്ലപോലെ അന്വേഷിക്കുക. ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ലക്ഷദ്വീപുകാരുടെ പേരും പറഞ്ഞ് പുറത്തത്തെ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, ലക്ഷദ്വീപിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കാൻ നേരം സ്പോൺസറിനെ കുറിച്ച് നല്ലപോലെ നിങ്ങൾ അന്വേഷിക്കുക. നല്ല സ്പോൺസറാണോ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പാക്കേജ് വഴിയാണ് വരുന്നതെങ്കിൽ ആ പാക്കേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങളുടെ പാക്കേജിൽ ഷിപ്പ് ടിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിരികെ പോകാനുള്ള ഷിപ്പ് ടിക്കറ്റ് കിട്ടിയിട്ടേ ഇങ്ങോട്ട് കയറാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് ദുരിതം സഹിച്ചുകൊണ്ടിരിക്കുക ഷിപ്പിൻ്റെ കാര്യത്തിൽ. അതായത് പ്രോപ്പറായിട്ടൊരു ഷിപ്പ് സ്കെഡ്യൂൾ ഇല്ല, ഷിപ്പിൻ്റെ ടിക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വരുന്നതിന് മുന്നേ ഷിപ്പ് ടിക്കറ്റ് ഉണ്ടെന്ന്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഷിപ്പ് ടിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിപ്പ് കയറാവൂ. ഇൻ കേസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് എപ്പോഴും അവൈലബിൾ ആണ്, അകത്തു നിന്നാണ്. പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജസും ഉണ്ട്, അല്ലാതെ എക്സ്ക്ലൂഷൻസ് ഉള്ള പാക്കേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മസ്റ്റായിട്ട് നോക്കുക, നല്ലൊരു സ്പോൺസറിനെ മാത്രം ഇതാക്കുക. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്പോൺസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന, എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ നമ്പേഴ്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകാരി എന്ന് പറയുന്ന എൻ്റെ ഈ പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഈ സ്പോൺസേഴ്സിൻ്റെ നമ്പർ ഞാൻ തരും. ഇവരെ വിശ്വസിക്കാവുന്നതാണ്. ഞാൻ വഴി ഒരുപാട് ആൾക്കാർ ഇവരുടെ പാക്കേജസ് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ ഇത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വരാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലക്ഷദ്വീപിൽ കവരത്തി ഐലൻഡിൽ BSNL-ഉം എയർടെൽ സിമ്മും മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഐലൻഡിലും BSNL സിമ്മ് മാത്രമേ ഉള്ളൂ. വേറൊരു ഐലൻഡിലും കൂടെ അഗത്തിയിലാണെന്ന് തോന്നുന്നു എയർടെൽ ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും BSNL സിമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരം നിങ്ങൾ അഥവാ നിങ്ങളുടെ സിമ്മ് BSNL അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു BSNL സിമ്മ് സംഘടിപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്.
പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര ക്ലൈമറ്റ് ചേഞ്ചാണ്. ഇപ്പോൾ ഇന്നലെ വരെ നല്ല ആകാശമായിരുന്നത് ഇപ്പോൾ മൂടിക്കിടക്കുക, അതായത് മഴ വരാൻ ആ ഒരു അവസ്ഥയായിട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? പിന്നെ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ നല്ല ടൈമാണ്, ജാനുവരി ഒക്കെ നല്ല ടൈമാണ്. പിന്നെ ഈ ബരിഷം, അതായത് മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ കടൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളം ഉണ്ടായാലും നമ്മൾ യാത്ര ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്കത് ഒരു പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ടൈം ചൂസ് ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഫുഡ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മത്സ്യബന്ധനവും തേങ്ങ, ഈ കൊപ്ര ഇല്ല, അതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സീ ഫുഡാണ് കിട്ടാനുള്ളത്. പിന്നെ നമുക്ക് എന്ത് സാധനത്തും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ കേരളത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഷിപ്പ് പോയി അവിടുന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഷോപ്പിൽ വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാനുള്ള അരി, വെക്കാനുള്ള പരിപ്പ്, പച്ചക്കറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നത് മീൻ മാത്രമേ ഉള്ളൂ. മീൻ നമ്മൾ പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്നില്ല, നമ്മൾ തന്നെ മീൻ പിടിച്ച് കഴിക്കുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ പൾസസ്, ഷെയൽസ് എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്, അതായത് കേരളത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത് നമുക്ക്. അപ്പോൾ ഷിപ്പില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര നല്ല സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിപ്പ് ഒരാഴ്ച 2 ആഴ്ച ഒന്നും വന്നില്ലെങ്കിൽ വീട്ടിൽ മീനും ചോറും മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പച്ചക്കറിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഫുഡ് നല്ല കിഡിലൗസ്കി ഫുഡാണ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ് സ്നോർഗലിങ്, സ്കൂബ, ബനാന ബോട്ട്, അങ്ങനത്തെ ഒരുപാട് കയാക്കിങ്, അങ്ങനത്തെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്. കവരത്തിയിൽ മാത്രമല്ല, അഗത്തി, കൽപ്പേനി, കടമം, ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോവാം. അപ്പോൾ പെർമിറ്റ് എടുത്തിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നേരത്തെയൊക്കെ പെർമിറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പെർമിറ്റൊക്കെ കിട്ടുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ ആ കൂടെ ഈ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരാണ് ചെയ്യുന്നത്. ടിക്കറ്റിൻ്റെ ഫെയർ ആണ്. നമുക്ക് നേരത്തെ 200 റുപ്പീസ് ആയിരുന്നു ഐലൻഡേഴ്സിനുള്ളത്. ഇപ്പോൾ അത് 330 ആയി മാറിയിട്ടുണ്ട്. പിന്നെ നോൺ ഐലൻഡേഴ്സ് ആണെങ്കിൽ, അതായത് ലക്ഷദ്വീപിൽ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് 1500 രൂപയാണ് മിനിമം ചാർജ് വരുന്നത്. മാക്സിമം ചാർജ് അത് ക്യാബിൻ ചാർജും അങ്ങനത്തെ ചാർജസൊക്കെ ആയിട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഷിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഷിപ്പ് എന്ന് പറയുന്നത് കോറൽസും ലഗൂണും ആണ്. അനാർക്കലി എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാകും ആ ഷിപ്പ്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് അതിലെന്നല്ല, എല്ലാ ഷിപ്പിലും നമുക്കൊരു VIP ക്യാബിൻ ഉണ്ട്, അതായത് ഓണേഴ്സ് ക്യാബിൻ ഉണ്ട്, പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ക്യാബിൻ ഉണ്ട്, പിന്നെ നോർമൽ ബങ്ക് ഉണ്ട്. ബങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രെയിനിലെ അറേഞ്ച്മെൻ്റ് ഇല്ലേ, അപ്പ് ആൻഡ് ഡൗൺ സീറ്റർ, അതുപോലെ ആയിരിക്കും, ബർത്ത് പോലെ ആയിരിക്കും ഉള്ളത്. സെക്കൻഡ് ക്ലാസ് ക്യാബിനിൽ അതുപോലെ തന്നെ ഒരു റൂമിൽ 4 ബെഡ് ഉണ്ടാവും, മേലെയും താഴെയായിട്ട്. ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ആണെങ്കിൽ 2 ബെഡ്. അത് കോറൽ ലഗൂൺ ആണെങ്കിൽ സൈഡിലായിരിക്കും. കവരത്തി ഷിപ്പിലും ബാക്കി ഷിപ്പിലാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അങ്ങനെ. അപ്പോൾ ഷിപ്പിൽ ഫുഡ് ഭയങ്കര കിടിലം ഫുഡാട്ടോ. 50 രൂപയ്ക്ക് നല്ല കിടിലോസ്കി ഫുഡൊക്കെ കിട്ടും ഷിപ്പിൽ. ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഫിഷിന് എന്തെങ്കിലും ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ് ഷിപ്പിൽ. പിന്നെ അധികം ഈ ഓളങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സീസണിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാണ്ട് അഡ്വഞ്ചർ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വർഷക്കാലത്ത് വന്ന് അപ്പോഴത്തെ ലക്ഷദ്വീപിലത്തെ ജീവിത രീതിയും കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ലക്ഷദ്വീപിലെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേസ്ഡ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ, എന്താ സംസാരിക്കണേ? ഓക്കെ, ഞാനിത് പറയാം. ലക്ഷദ്വീപിലോട്ട് വരുന്നവരാണെങ്കിൽ, കവരത്തി ദ്വീപിലോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളെല്ലാവരും ഒരു ചായയെങ്കിലും കുടിക്കണം. ഇത് ഞാൻ ജസരിയിൽ പറയാം കേട്ടോ. കവരത്തിക്ക് ബൈണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നന്നാ ഫിരക്ക് വന്ന് ചായയും കുടിച്ചും പോയാൽ. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി വിയേർഡായിട്ട് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ എനിഹോ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ എന്താ, സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും പറയാൻ പറ്റിട്ടുണ്ടോ? ഓക്കെ. പിന്നെ എങ്ങനെ ലക്ഷദ്വീപിലോട്ട് ഫ്രീ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ലക്ഷദ്വീപിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പെർമിറ്റൊന്നും വേണ്ട, അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പോവാം. പക്ഷേ കല്യാണം കഴിക്കാൻ ഇവിടെ ആരെങ്കിലും കിട്ടണ്ടേ? ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ആളെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ കേട്ടോ, നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അൽഹംദുലില്ലാ, ഐ ആം ഹാപ്പി. പിന്നെ അല്ലാണ്ട് ഇവിടുത്തെ ലക്ഷദ്വീപിലത്തെ ലാൻഡ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല.
അപ്പോൾ ദ്വീപ് റെഗുലേഷൻ ആക്ട് പ്രകാരം അത് പുറത്തുനിന്ന് ആൾക്കും നമുക്കിങ്ങനെ കൈമാറാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് പണ്ടാരം ലാൻഡാണ്. ഈ ലാൻഡ്, അതായത് ഞാനിപ്പോൾ ഉള്ള ലാൻഡ് എന്ന് പറയുന്നത് എനിക്ക് വേറെ ആൾക്കും, ലക്ഷദ്വീപിലെ തന്നെ വേറെ ആർക്കും എനിക്ക് വിൽക്കാൻ പറ്റില്ല. എൻ്റെ താഴെയുള്ളവർക്ക് എനിക്ക് കൈമാറാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കൈമാറാനേ പറ്റുള്ളൂ. വേറെ അതായത് പണ്ടാരം ലാൻഡ് അല്ലാത്ത ലാൻഡാണെങ്കിൽ ലക്ഷദ്വീപിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം, കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ റൂൾസൊക്കെ ഉണ്ട്. ഈ റൂൾസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ദ്വീപ് സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇവിടെ കള്ളവും ചതിയും കൊലയൊക്കെ പണ്ടില്ലായിരുന്നു. ഇപ്പം പിന്നെ കള്ളവും ചതിയും എല്ലാം കുറച്ച് അംഗങ്ങളായിട്ടൊക്കെ ഉണ്ട്. പറയുമ്പോൾ സത്യം പറയണമല്ലോ, എനിക്ക് കണ്ടന്റിന് വേണ്ടി ഇല്ലാത്തത് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. കള്ളത്തരമില്ലാത്ത മനുഷ്യരാരും ഇല്ല. കള്ളത്തരമുണ്ട്, ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്തായാലും ഒരു കൊട്ടയിൽ 1-2 തക്കാളി ചീഞ്ഞിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ ജയിലിൽ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. കാരണം ഭയങ്കര വലിയ കള്ളത്തരമൊന്നും ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര വലിയ കള്ളത്തരമായിട്ട് ഇതുവരെ ആരും ചെയ്യുന്നില്ല. ഞാൻ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല കേട്ടോ. എനിക്കറിയില്ല. അപ്പോൾ ജയിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു ഡീസലൈനേഷൻ പ്ലാന്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇവിടെ വെള്ളത്തിന്, എൻ്റെ ഈ വീടിൻ്റെ സൈഡിലോട്ടൊക്കെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഉപ്പ് രസമുള്ള വെള്ളമാണ്. അപ്പോൾ ഡീസലൈനേഷൻ പ്ലാന്റ് വന്നതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് ആ വെള്ളം കിട്ടുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് ഈ കോർപ്പറേഷൻ പൈപ്പ് പോലത്തെ പൈപ്പിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ശേഖരിച്ച് വെക്കും. പിന്നെ അല്ലാണ്ട് ചില കിണറിലെ വെള്ളമൊക്കെ നല്ലതാണ്. എൻ്റെ തറവാടിൻ്റെ സൈഡിലെ കിണറൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ പാർക്കല്ല, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കടകളുണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരുന്ന, കൊച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, സ്കൂളിന് ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ സ്കൂളിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ഷോർട്സിൽ ഞാൻ മെയിനായിട്ട് കേക്കിൻ്റെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? പിന്നെ ഇവിടെ ഒരുപാട് തേങ്ങകളുണ്ട്. പിന്നെ ഇവിടുത്തെ മൃഗങ്ങൾ. ഇവിടെ ആകെ കൂടെ ഉള്ളത് ആട്, പൂച്ച, പശു, എലി, പല്ലി, ഓന്ത്, പിന്നെ പക്ഷികളിൽ തത്ത, അങ്ങനെ കുറച്ച് ഇതൊക്കെ. നമ്മുടെ ഇവിടെ പട്ടി, നഹിഹെ, പിന്നെ വേറെ മൃഗങ്ങൾ നഹിഹെ. ഈ ഞാൻ പറഞ്ഞ വലിയ മൃഗങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ. പിന്നെ വേറൊരു കാര്യം, ലക്ഷദ്വീപിലെ ആൾക്കാർ 100% മുസ്ലിംസ് ആണ്. ലക്ഷദ്വീപിൽ ഇപ്പോൾ ഉള്ള എല്ലാ നേറ്റീവ്സും 100% മുസ്ലിംസ് ആണ്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ജോലിക്കാരുണ്ട്. അല്ലാണ്ട് നമ്മൾ കടകളിൽ നിൽക്കുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോട്ടൽസിൽ നിൽക്കുന്ന ആൾക്കാർ, അവരൊക്കെ വേറെ മതസ്ഥരാണ്. പക്ഷെ അല്ലാണ്ട് ലക്ഷദ്വീപിലെ നേറ്റീവ്സ് മൊത്തം 100% മുസ്ലിംസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ റംസാനുകളിൽ ഇവിടെ ഹോട്ടൽസ് ഒന്നും തുറന്ന് പ്രവർത്തിക്കാറില്ല. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് മാനിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഹാഫ് ഗവൺമെൻറ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല, അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച്. പക്ഷേ അവിടെ ഫുഡ് കിട്ടും. അതായത് നോൺ മുസ്ലിംസിന് റംസാൻ്റെ ടൈമിൽ അവിടെ ഫുഡ് കിട്ടും. അല്ലാത്ത സമയങ്ങളിൽ റംസാൻ്റെ ടൈമിൽ തറാവി നിസ്കാരത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽസൊക്കെ തുറന്ന് പ്രവർത്തിക്കുക. കടകളൊക്കെ വൈകുന്നേരം തുറന്ന് പ്രവർത്തിക്കും. പിന്നെ തറാവി കഴിഞ്ഞ് തുറന്നിട്ട് പിന്നെ രാവിലെ 3 മണിക്ക് 4 മണിക്കൊക്കെ ആയിരിക്കും അടക്കുന്നത്. കാരണം അതുവരെ അത്താഴത്തിൻ്റെ സമയം വരെയൊക്കെ ചില കടകൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീച്ചിൽ വന്ന് ബിക്കിനീസൊക്കെ ഇട്ടാൽ കുഴപ്പമുണ്ടോയെന്ന്. നിങ്ങളുടെ ഡ്രസ്സിങ്ങാണ്, നിങ്ങളുടെ ചോയ്സാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റൊക്കെ വന്ന് ബിക്കിനീസൊക്കെ ഇടാറുണ്ട്. ടൂറിസ്റ്റുകളിൽ 1-2 ആൾക്കാർ മാത്രം ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബംഗാരം ദ്വീപിലൊക്കെ ഇടാറുണ്ട്. അത് ഇറ്റ്സ് യുവർ ചോയ്സ്. അതിൽ നമ്മൾ ആരും കൈകടത്തില്ല. നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ ലക്ഷദ്വീപിൽ ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യാനും പറയാനും വരില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇനിയും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഷോ യുവർ ലവ്. താങ്ക് യു. ബൈ.